Next example, Pn, collection of all real polynomials of degree less than or equal to n. അതായത് n degree n or less degree real polynomials in the collection. ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് ഡിഗ്രി polynomials വരും, സെക്കൻഡ് ഡിഗ്രി polynomials nth ഡിഗ്രിയിലേക്കാളും കുറവ്. ഇപ്പോൾ P3 ആണെങ്കിൽ, ഫോർ എക്സാമ്പിൾ P3 ആണെങ്കിൽ തേർഡ് ഡിഗ്രി including third degree അതിനേക്കാൾ lesser degree. ഇപ്പോൾ 0th degree polynomial constants വരാം, ഫസ്റ്റ് ഡിഗ്രി polynomial, സെക്കൻഡ് ഡിഗ്രി, തേർഡ് ഡിഗ്രി, അതുകൂടി ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് P3. അങ്ങനെ P എന്ന് വെച്ച് കഴിഞ്ഞാൽ nth ഡിഗ്രി polynomial ലെസ് ദാൻ ഓർ ഡിഗ്രി ലെസ് ദാൻ ഓർ ഈക്വൽ ടു n ആയിട്ടുള്ള polynomialsന്റെ കളക്ഷൻ. ആ ഒരു കളക്ഷൻ എലമെന്റ്, ജനറൽ എലമെന്റ് ചൂസ് ചെയ്യാൻ പറഞ്ഞാൽ എങ്ങനെയായിരിക്കും? a0 x raised to n plus a1 x raised to n minus 1 plus etc plus an minus 1 x plus an. ആ രീതിക്ക് ഒരു കോൺസ്റ്റന്റ്. ജനറലി ഇങ്ങനെയല്ല കേട്ടോ ഡിനോട്ട് ചെയ്യുക. Normally a0 plus a1 x plus etc plus an x raised to n. ഇതാണ് നിങ്ങൾക്ക് പഠിക്കാൻ കുറച്ചുകൂടി എളുപ്പം. ഫസ്റ്റ് കോൺസ്റ്റന്റ് ആകുമ്പോൾ a0, a1 x power 1, a2 x square etc an x raised to n. ഇതാണ് ജനറൽ ഫോം. ഇങ്ങനെ പഠിക്കുന്നതിന് ബുദ്ധിമുട്ടൊന്നുമില്ല. കോൺസ്റ്റന്റ് കോഎഫിഷ്യന്റ് ഏതായാലും ബുദ്ധിമുട്ടൊന്നുമില്ല. അതായത് ഇപ്പോൾ എക്സ് റേസ് ടു എൻ്റെ കോഎഫിഷ്യന്റ് a0 ആയതുകൊണ്ട് a0ന് അവിടെ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ഏതെങ്കിലും ഒരു കോൺസ്റ്റന്റ് ഉപയോഗിക്കണം എന്നേ ഉള്ളൂ. എക്സ് റേസ് ടു n, എക്സ് റേസ് ടു n മൈനസ് 1, അങ്ങനെ എക്സ് കോൺസ്റ്റന്റ് ആ രീതിക്കായിരിക്കും. ജനറൽ ഫോം ഇങ്ങനെയാന്ന് പഠിച്ചു വെക്കാം കേട്ടോ, നിങ്ങൾക്ക് പഠിക്കാൻ എളുപ്പമുണ്ട് ഇത്. അപ്പൊ ഈ ഇത്തരത്തിലൊരു ഫോർമാറ്റ് എടുത്തു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും? അവിടെയുള്ള അഡീഷനും സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷനും ഒക്കെ എങ്ങനെയായിരിക്കും? അഡീഷൻ ഇങ്ങനെയാണ്, കോഎഫിഷ്യൻസ് ആഡ് ചെയ്യുക. ഇപ്പൊ നോക്കൂ, പി ഓഫ് എക്സ് പ്ലസ് ക്യൂ ഓഫ് എക്സ് ആണ്. ഇതിൽ കോൺസ്റ്റന്റ് ഇപ്പൊ എക്സ് റേസ് ടു എന്നിന്റെ കോഎഫിഷ്യൻസ് ആഡ് ചെയ്യുക, എക്സ് റേസ് ടു n മൈനസ് 1ന്റെ കോഎഫിഷ്യൻസ് ആഡ് ചെയ്യുക, പ്ലസ് എക്സെട്രാ പ്ലസ് കോൺസ്റ്റന്റ്സ് ആഡ് ചെയ്യുക. കോൺസ്റ്റന്റ് മൾട്ടിപ്ലിക്കേഷൻ, സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷൻ എങ്ങനെയാ? ഓരോ ടേമിനും ആ സ്കെയിലാർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അത് അവിടെ അങ്ങനെയാണ് സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷനും അഡീഷൻ ഡിഫൈൻ ചെയ്യുന്നത്. ഇനി ഇത് ആ 10 പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ? രണ്ട് പോളിനോമിയൽസ് എടുത്ത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അഗെയിൻ നമുക്ക് കിട്ടുന്ന പോളിനോമിയൽ മോർ ദാൻ n ഡിഗ്രി വരില്ല. ആലോചിച്ച് നോക്കിയേ. ഇപ്പൊ ഞാനൊരു P3 കൺസിഡർ ചെയ്യാന്ന് വിചാരിക്കാം. P3 കൺസിഡർ ചെയ്യുമ്പോൾ ഒരു തേർഡ് ഡിഗ്രി പോളിനോമിയൽ എക്സ് ക്യൂബ് പ്ലസ് 1 എന്ന് കൺസിഡർ ചെയ്തു. വേറൊരു പോളിനോമിയൽ ഇപ്പോൾ എക്സ് സ്ക്വയർ മൈനസ് 2x പ്ലസ് 1 ഇങ്ങനെയും കൺസിഡർ ചെയ്തു. ഇത് രണ്ടും P3നകത്ത് വരുന്നത്, കാരണം ഡിഗ്രി ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3. അപ്പൊ ഇതും വരും P3നകത്ത്. ഇവർ തമ്മിൽ ആഡ് ചെയ്താലോ സബ്ട്രാക്ട് ചെയ്താലോ സ്കെയിലാർ മൾട്ടിപ്ലൈ ചെയ്താലോ ഈ ഡിഗ്രി എന്നുള്ളത് 3 ആയിരിക്കും, അല്ലെങ്കിൽ ഇപ്പൊ 2 ഇതന്നെ ആയിരിക്കും. അല്ലാതെ പുതിയൊരു ഡിഗ്രി 3നേക്കാളും വലിയൊരു ഡിഗ്രി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ വരും. സ്കെയിലാർ മൾട്ടിപ്ലൈ ചെയ്താൽ വരില്ല, അല്ലാതെ ഇത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്താൽ വരും. അല്ലാതെ സ്കെയിലാർ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴോ ആഡ് ചെയ്യുമ്പോഴോ ഡിഗ്രി മാറാൻ പോകുന്നില്ല. അതുകൊണ്ട് മാക്സിമം 3 ഡിഗ്രിയുള്ള പോളിനോമിയൽസ് നമുക്ക് കിട്ടുള്ളൂ ആഡ് ചെയ്താലും. which means നമുക്ക് രണ്ട് എലമെന്റ്സ് എടുത്ത് P3 അല്ലെങ്കിൽ Pn രണ്ട് എലമെന്റ്സ് എടുത്ത് ആഡ് ചെയ്താൽ again we'll get a polynomial which has a degree less than or equal to 3, which means again an element of Pn. ക്ലിയർ? P3 എടുക്കുകയാണെങ്കിൽ രണ്ട് എലമെന്റ് ആഡ് ചെയ്തില്ലെങ്കിൽ നമുക്ക് P3 എലമെന്റ് തന്നെ കിട്ടുക, കാരണം ഡിഗ്രി മോർ ദാൻ 3 ആവുന്നില്ല. ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3 വരുന്നത് എല്ലാം P3 മെമ്പർ ആവും. എക്സാമ്പിൾ പറഞ്ഞേ ഉള്ളൂ, Pn ആണെങ്കിൽ ലെസ് ദാൻ ഓർ ഈക്വൽ ടു n ആ രീതിക്ക്. ക്ലോഷർ പ്രോപ്പർട്ടി ആയി, രണ്ട് എലമെന്റ് ആഡ് ചെയ്ത് again Pn മെമ്പർ കിട്ടും എന്ന് പറഞ്ഞു. ജസ്റ്റ് ഇത് പറഞ്ഞു പോയാൽ മതി, പ്രൂവ് ചെയ്തില്ലെങ്കിലും. സിൻസ് അഡീഷൻ റിയൽ നമ്പേഴ്സ് കമ്മ്യൂട്ടേറ്റീവ് ആണ്. അപ്പോൾ പി ഓഫ് എക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാ? പോളിനോമിയൽ എടുത്ത് എഴുതി, ക്യൂ ഓഫ് എക്സ് എന്ന് പറഞ്ഞ പോളിനോമിയൽ എടുത്ത് എഴുതി. അവർ തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ ആഡ് ചെയ്യുന്ന വെച്ചിട്ട് ടേം പോയി കറസ്പോണ്ടിങ് ടേംസ് തമ്മിൽ ആഡ് ചെയ്യുക, കോഎഫിഷ്യൻസ് തമ്മിൽ ആഡ് ചെയ്യുക. ഇത് തമ്മിൽ a0 b0 ഒക്കെ റിയൽ നമ്പേഴ്സ് ആയതുകൊണ്ട് ഇവിടെ കമ്മ്യൂട്ടേറ്റിവിറ്റി ഉണ്ട്. ഇതിനെനിക്ക് b0 പ്ലസ് a0 ഇടുന്നത്, കാരണം അവരെല്ലാം റിയൽ നമ്പേഴ്സാ, കോഎഫിഷ്യൻസ് എല്ലാം റിയൽ നമ്പേഴ്സ് ആയതുകൊണ്ട് അവിടെ കമ്മ്യൂട്ടേറ്റിവിറ്റി ഉണ്ട്. അപ്പൊ എനിക്ക് ഇതിന് സ്പ്ലിറ്റ് ചെയ്ത് തിരിച്ചിങ്ങനെ എഴുതാം. ഓക്കെ, വിച്ച് ഇസ് ക്യൂ ഓഫ് എക്സ് പ്ലസ് പി ഓഫ് എക്സ്. ഓക്കെ, അത് കമ്മ്യൂട്ടേറ്റിവിറ്റി ആണെന്ന് കിട്ടി. ഇനി അസോസിയേറ്റിവിറ്റി ഇതേപോലെ പ്രൂവ്. ഏതിന്റെ അസോസിയേറ്റീവ് വെച്ചിട്ട്? റിയൽ നമ്പേഴ്സ് അഡിറ്റീവ് അസോസിയേറ്റീവ്, റിയൽ നമ്പേഴ്സിന്റെ അഡീഷൻ അസോസിയേറ്റീവ് ആയതുകൊണ്ട് പോളിനോമിയൽ റിയൽ പോളിനോമിയൽസിന്റെ P3 അല്ലെങ്കിൽ Pn എലമെന്റ്സിന്റെ എടുക്കുമ്പോൾ അവിടെയും അസോസിയേറ്റീവ് സാറ്റിസ്ഫൈ ചെയ്യും. എളുപ്പമാണ് പ്രൂവ് ചെയ്യാൻ, ഒന്നുമില്ല. a0 x raised to n ഓരോ എലമെന്റ് എടുത്ത് 3 എലമെന്റ് ഇങ്ങനെ ചൂസ് ചെയ്തു, എടുക്കുമ്പോൾ കറസ്പോണ്ടിങ് കോഎഫിഷ്യൻസ് ആഡ് ചെയ്തു, എഴുതി, എക്സ് റേസ് ടു n കോഎഫിഷ്യൻസ് ഒരുമിച്ച് എഴുതി. ഇവിടെ അസോസിയേറ്റിവിറ്റി അപ്ലൈ ചെയ്യാൻ, കാരണം ഇത് റിയൽ നമ്പേഴ്സ് ആയതുകൊണ്ട് ഇവിടെ അസോസിയേറ്റിവ് അപ്ലൈ ചെയ്തു. ദെൻ വീണ്ടും സ്പ്ലിറ്റ് ചെയ്തു, മൾട്ടിപ്ലൈ ചെയ്തു, വിച്ച് ഇസ് പി ഓഫ് എക്സ് പ്ലസ് ക്യൂ ഓഫ് എക്സ് പ്ലസ് ആർ ഓഫ് എക്സ്. ബാക്കി സ്പ്ലിറ്റ് ആയില്ലേ? സീറോത്ത് എലമെന്റ് എന്താ? എല്ലാ കോഎഫിഷ്യന്റും 0 എക്സ് റേസ് ടു n പ്ലസ് 0 എക്സ് റേസ് ടു n മൈനസ് 1 പ്ലസ് എക്സെട്രാ പ്ലസ് 0. ഇതായിരിക്കും അടുത്ത സീറോത്ത് എലമെന്റ്. ഏത് എലമെന്റിനെയും ഈ സീറോത്ത് എലമെന്റിനോട് മൾട്ടിപ്ലൈ, 0 വെക്ടറോട് മൾട്ടിപ്ലൈ, നമുക്ക് അതേ എലമെന്റ് തന്നെ കിട്ടും. ഓക്കെ, അതേപോലെ നെഗറ്റീവ് എലമെന്റ്, ഓരോ എലമെന്റിന് നെഗറ്റീവ് കൊടുക്കാം, മൈനസ് a0 എക്സ് റേസ് ടു n. ഓരോ എലമെന്റിനും ഓരോ കോഎഫിഷ്യന്റ് നെഗറ്റീവ് വരും, അപ്പൊ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 0 വെക്ടർ കിട്ടിക്കോളും. അടുത്തെന്താ? സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷനിലെ പ്രോപ്പർട്ടി. ഈ 5 വെക്ടർ അഡീഷനിൽ. ഇനി സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷനിൽ 5 എന്ന് പറയുമ്പോൾ അവിടുത്തെ സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷനിലുള്ള ക്ലോഷർ പ്രോപ്പർട്ടി. ആൽഫ, ഒരു പി ഓഫ് എക്സ് എന്ന് പറയുന്ന ഒരു പോളിനോമിയൽ Pn മെമ്പർ ആണെങ്കിൽ ഒരു ആൽഫ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലും അതിന് വ്യത്യാസം വരികയും Pn മെമ്പർ ആയിരിക്കും. ഡിഗ്രി ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആയിട്ട് പോളിനോമിയൽ തന്നെ ആയിരിക്കും, മാറ്റമൊന്നും വരില്ല. അതേപോലെ അതിന്റെ നെക്സ്റ്റ് പ്രോപ്പർട്ടി ഡിസ്ട്രിബ്യൂട്ടിവിറ്റി. ബുദ്ധിമുട്ടൊന്നുമില്ല, നമ്മൾ മുന്നേ പറഞ്ഞത് എല്ലാ പ്രോപ്പർട്ടിയും പ്രൂവ് ചെയ്യുന്ന പോലെ തന്നെ അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്ത് സ്പ്ലിറ്റ് ചെയ്യുന്നു ആ രീതിക്ക്. അതേപോലെ അടുത്ത പ്രോപ്പർട്ടി 9th പ്രോപ്പർട്ടി ആൽഫ ബീറ്റ ഇൻറ്റു പി ഓഫ് എക്സ്. ഇതൊന്നും വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യം, പറഞ്ഞ പോലത്തെ എക്സാമ്പിൾസ് ആണ്.
ലാസ്റ്റ് പ്രോപ്പർട്ടി വൺ റിയൽ നമ്പർ എടുത്ത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുക, അതേ എലമെന്റ് തന്നെ കിട്ടുക. സോ വിച്ച് ഇസ് ഈക്വൽ ടു പി ഓഫ് എക്സ്. സോ പി എന്ന് പറഞ്ഞ പി എൻ കളക്ഷൻ ഓഫ് ഓൾ പോളിനോമിയൽസ് വിച്ച് ഹാസ് ഡിഗ്രി ലെസ് ദാൻ ഓർ ഈക്വൽ ടു റിയൽ പോളിനോമിയൽസ് ഡിഗ്രി ലെസ് ദാൻ ഓർ ഈക്വൽ ടു എൻ വിച്ച് ഇസ് എ വെക്ടർ സ്പേസ് ഓവർ ആർ. ഓക്കെ, വെക്ടർ സ്പേസ് ഓവർ ആർ ആണ്. ക്ലിയർ? വെക്ടർ സ്പേസ് പറയുമ്പോൾ നമ്മൾ എടുക്കുന്ന വെക്ടർ സ്പേസ് എപ്പോഴും പറയുമ്പോൾ ഓവർ എ ഫീൽഡ് പറയണം കേട്ടോ. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇപ്പൊ നോക്കൂ, ആർ ഓവർ ആർ, ഇപ്പൊ ആർ എന്ന് പറയുന്നത് ഓവർ ആർ തന്നെയാണ് വെക്ടർ സ്പേസ്, അല്ലെങ്കിൽ R2 ഓവർ ആർ ആണ് വെക്ടർ സ്പേസ്. ഓവർ ആ ഫീൽഡ് പറയണം. നമ്മൾ എടുക്കുന്ന ആൽഫകൾ ഉണ്ടല്ലോ, ആ ആൽഫകളെല്ലാം ആ ഫീൽഡിലെ മെമ്പേഴ്സ് ആയിരിക്കും. സോ ആൽഫകളെല്ലാം ആ ഫീൽഡിന്റെ ആയതുകൊണ്ട് ഇതാണ് ഫീൽഡ്, ഇത് നമ്മുടെ വെക്ടർ സ്പേസ്. വെക്ടർ സ്പേസ് ഓവർ ആ ഫീൽഡ് എന്നുള്ള കൺസെപ്റ്റ് പറയണം. അത് പറയാൻ വിട്ടുണ്ടെന്ന് തോന്നുന്നു, അതുകൊണ്ടാണ് ഇപ്പൊ പറയുന്നത്. വെക്ടർ സ്പേസ് എപ്പോഴും പറയുമ്പോൾ ഓവർ ആ ഫീൽഡ് പറയണം. ഓക്കെ, ഇവിടെ വെക്ടർ സ്പേസ് ഓവർ ആർ ആണ് വരുന്നത്. സോ പി എൻ അണ്ടർ ഓവർ ആർ ഒരു വെക്ടർ സ്പേസ് ആയിരിക്കും എന്നുള്ള കാര്യം ക്ലിയർ അല്ലേ? നെക്സ്റ്റ് വരുന്ന കൺസെപ്റ്റ് ആണ് എക്സാമ്പിൾസ്. സി പി കളക്ഷൻ ഓഫ് ഓൾ പോളിനോമിയൽസ്, അതേപോലെ കളക്ഷൻ ഓഫ് ഓൾ ചെക്ക് ചെയ്ത് നോക്കാൻ പറയുന്നുണ്ട് ഇവിടെ. വി ക്യാൻ പ്രൂവ്, ഇത് പ്രൂവ് ചെയ്യാൻ പറ്റും. കളക്ഷൻ എല്ലാ പോളിനോമിയൽസിന്റെ കളക്ഷൻ, ഇത് നമ്മൾ പി എന്ന് വെച്ചാൽ ഡിഗ്രി ലെസ് ദാൻ ഓർ ഈക്വൽ 10 ആയിട്ടുള്ള പോളിനോമിയൽസ് മാത്രമല്ല എടുത്ത്. ഇവിടെ എല്ലാ പോളിനോമിയൽസിന്റെ കളക്ഷൻ എടുത്താലും അതും ഒരു വെക്ടർ സ്പേസ് ആയിരിക്കും. എല്ലാ റിയൽ വാല്യൂഡ് ഫംഗ്ഷൻസ് എടുത്താൽ അതും ഒരു വെക്ടർ സ്പേസ് ആയിരിക്കും. സി മൈനസ് ഇൻഫിനിറ്റി ഇൻഫിനിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ആറിൽ മൈനസ് ഇൻഫിനിറ്റി ഇൻഫിനിറ്റി ഡിഫൈൻ ചെയ്തിരിക്കുന്ന റിയൽ കണ്ടിന്യൂസ് ഫംഗ്ഷൻസിന്റെ കളക്ഷൻ, റിയൽ കണ്ടിന്യൂസ് ഫംഗ്ഷൻസ് വിച്ച് ഇസ് ആറിൽ. സി എ ബി എന്ന് വെച്ച് കഴിഞ്ഞാൽ എ ബിയിൽ ക്ലോസ് ഇന്റർവൽ എ ബിയിൽ ഡിഫൈൻ ചെയ്ത കണ്ടിന്യൂസ് ഫംഗ്ഷൻ. ഇത് സി മൈനസ് ഇൻഫിനിറ്റി ഇൻഫിനിറ്റി സി മൈനസ് ഇൻഫിനിറ്റി ഇൻഫിനിറ്റി എന്ന് പറഞ്ഞ റിയൽ ലൈനിലെ ആ റിയൽ ലൈനിൽ ഡിഫൈൻ ചെയ്തിരിക്കുന്ന കണ്ടിന്യൂസ് ഫംഗ്ഷൻസിന്റെ കളക്ഷൻ. ഓക്കെ, ഇതൊക്കെ എക്സാമ്പിൾ ആണ് എന്തിനുള്ളത്, വെക്ടർ സ്പേസിനുള്ള എക്സാമ്പിൾ. ഇപ്പൊ ഒരു 5 പ്രൂവ് ചെയ്തിട്ടുണ്ട്, അതല്ലാതെ ഒരു 3 ഇവിടെ എഴുതിയിട്ടുണ്ട്. അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് പഠിച്ചു വെച്ചോളൂ കേട്ടോ, എങ്ങനെ പ്രൂവ് ചെയ്യുന്നുള്ളത്. ഇനിയും ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. സോ നെക്സ്റ്റ് ഒരു പ്രോബ്ലം നോക്കാം. ലെറ്റ് വി ബി ദ സെറ്റ് ഓഫ് പോസിറ്റീവ് റിയൽ നമ്പേഴ്സ്. കുറച്ച് പോസിറ്റീവ് റിയൽ നമ്പേഴ്സിന്റെ കളക്ഷൻ ആണ്. വി ഒരു വെക്ടർ സ്പേസ് ആണെന്ന് പ്രൂവ് ചെയ്യണം. അവിടെ ഡിഫൈൻ ചെയ്യുന്ന ഓപ്പറേഷൻ സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷൻ ശ്രദ്ധിച്ചോളാം. എപ്പോഴും ഞാൻ പറഞ്ഞു നമ്മൾ ഡിഫൈൻ ചെയ്തതാണ് അവിടുത്തെ ഓപ്പറേഷൻ. നോക്കൂ, എക്സ് പ്ലസ് വൈ ആയിട്ട് ഞാൻ എക്സ് ഇൻറ്റു വൈ ആ ചൂസ് ചെയ്തിരിക്കണേ. അവിടുത്തെ അഡീഷൻ എങ്ങനെയാണ് ഞാൻ എടുത്തിരിക്കുന്നത്, ഇവിടെ 1+2 എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ മാത്രം. നമ്മൾ എടുക്കുന്ന ഇവിടെ 1+2ന്റെ മീനിങ് 1 × 2 എന്ന 3 എന്ന് എഴുതണ്ടേ. 1+2 എന്ന് വെച്ചാൽ 3 എന്ന് എഴുതണ്ടേ, അല്ല സോറി 2 എന്ന് എഴുതണ്ടേ. 1+2 3 അല്ല, 1+2 ഇവിടെ എങ്ങനെ ഡിഫൈൻ ചെയ്യണേ, 1 × 2 ആയിട്ട് ഡിഫൈൻ ചെയ്യണം, വിച്ച് ഇസ് 2 ഇറ്റ്സെൽഫ്. ക്ലിയർ? അപ്പൊ ഓരോ സ്പേസിലും എങ്ങനെയാണ് നമ്മൾ എപ്പോഴും പറഞ്ഞു, ഈ അഡീഷൻ സിമ്പിൾ എഴുതി കഴിഞ്ഞാൽ ആഡ് ചെയ്യുക എന്നത് നമ്മൾ സാധാരണ റിയൽ നമ്പേഴ്സിന്റെ അഡീഷൻ അല്ല എന്ന് ആദ്യമേ ഞാൻ പറഞ്ഞിരുന്നു. ഇവിടെ അഡീഷൻ എങ്ങനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്, പ്രോഡക്റ്റ് ആയിട്ടാ. സോ എക്സ് പ്ലസ് വൈ ആണെങ്കിൽ എക്സ് ഇൻറ്റു വൈ എന്ന് എഴുതണം, കെ ഇൻറ്റു എക്സ് എങ്ങനെയാണ് എക്സ് റേസ് ടു കെ എന്ന് എഴുതണം. അതാണ് ഇവിടുത്തെ ഓപ്പറേഷൻസ്. ഈ ഓപ്പറേഷന്റെ കീഴിൽ വി എന്ന് പറയുന്ന സെറ്റ് ഓഫ് പോസിറ്റീവ് റിയൽ നമ്പേഴ്സ് ഒരു വെക്ടർ സ്പേസ് ആണെന്ന് വെച്ചേക്കണം. വെക്ടർ സ്പേസ് ആണെന്ന് കാണിക്കാൻ ആ 10 പ്രോപ്പർട്ടി തന്നെ ഉള്ളൂ. ഓക്കെ, സോ ഫസ്റ്റ് പ്രോപ്പർട്ടി എന്താ, എക്സ് പ്ലസ് വൈ. രണ്ട് എലമെന്റ് എടുക്കുക, എക്സ് ഇൻറ്റു വൈ ചൂസ് ചെയ്തു. ഞാൻ എക്സ് പ്ലസ് വൈ എങ്ങനെ എടുക്കുന്നത്, എക്സ് ഇൻറ്റു വൈ ആയിട്ട് എടുക്കണേ. സോ നമ്മൾ രണ്ട് എലമെന്റ് എടുത്തു കഴിഞ്ഞാൽ എക്സ് പ്ലസ് വൈ ഇവിടെ ഉണ്ടാവും പ്രോഡക്റ്റ് അല്ലെ, രണ്ട് റിയൽ നമ്പേഴ്സ്, രണ്ട് പോസിറ്റീവ് റിയൽ നമ്പേഴ്സ്. ഇപ്പൊ ഞാൻ എടുക്കുന്ന പോസിറ്റീവ് നമ്പേഴ്സ് √2 4 വിചാരിക്കും. രണ്ട് പോസിറ്റീവ് റിയൽ നമ്പേഴ്സ് അല്ലെ, മൾട്ടിപ്പിൾ അഗെയിൻ നമുക്ക് കിട്ടുന്ന ഒരു പോസിറ്റീവ് റിയൽ നമ്പർ തന്നെയാണ്. അതായത് രണ്ട് എലമെന്റ് എടുത്ത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന എലമെന്റ് ആഡ് വെച്ചിട്ട് ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ ഉണ്ട്. ആഡ് ചെയ്ത് കിട്ടുന്ന എലമെന്റ് വിയിൽ തന്നെ ഉണ്ട്. ഇവിടെ അഡീഷൻ ഉള്ളത് ഇവിടുത്തെ മൾട്ടിപ്ലിക്കേഷൻ ആണ്, മാറിപ്പോരുത്. ഇവിടെ അഡീഷൻ ഡിഫൈൻ ചെയ്തത് മൾട്ടിപ്ലിക്കേഷൻ ആയിട്ടാണ് എന്ന്. ഓക്കെ അല്ലേ? അപ്പൊ രണ്ട് എലമെന്റ് എടുത്തു കഴിഞ്ഞാൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എലമെന്റ് വിയിൽ തന്നെയുണ്ട്. സോ വെക്ടർ അഡീഷനിൽ ക്ലോഷർ പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അടുത്ത എന്താ, എക്സ് പ്ലസ് വൈ എന്താണ്, വൈ പ്ലസ് എക്സ് എന്നാണ്. എക്സ് പ്ലസ് വൈ ബൈ ഡെഫിനേഷൻ എന്താ, എക്സ് ഇൻറ്റു വൈ. എക്സ് ഇൻറ്റു വൈന് എനിക്ക് വൈ ഇൻറ്റു എക്സ് എഴുതിക്കൂടെ, കാരണം എന്താ, റിയൽ നമ്പേഴ്സിന്റെ അഡീഷൻ മൾട്ടിപ്ലിക്കേഷൻ കമ്മ്യൂട്ടേറ്റീവ് ആണ്. സോ അതിൽ വൈ പ്ലസ് എക്സ് എഴുതാം, അത് കമ്മ്യൂട്ടേറ്റീവ് വന്നു കിട്ടി. എന്താണ് ക്ലോഷർ പ്രോപ്പർട്ടി, സോറി അസോസിയേറ്റിവിറ്റി. എക്സ് പ്ലസ് വൈ പ്ലസ് എഡ് എഴുതാം. എക്സ് പ്ലസ് വൈ പ്ലസ് എഡിന്റെ പ്രോപ്പർട്ടി എന്താ, വൈ ഇൻറ്റു സെഡ്. അങ്ങനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് വൈ ഇൻറ്റു സെഡ്. ഇതിനെങ്ങനെ എഴുതാം, എക്സ് ഇൻറ്റു എക്സ് പ്ലസ് വൈ പ്ലസ് വൈ സെഡ് എന്താ, എക്സ് ഇൻറ്റു വൈ സെഡ്. ഇതിന് എക്സ് വൈ ഇൻറ്റു സെഡ് എന്ന് എഴുതിക്കൂടെ. എക്സ് വൈ എന്താ, എക്സ് പ്ലസ് വൈ. നമ്മളിവിടെ എക്സ് വൈ എന്ന് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് എക്സ് പ്ലസ് വൈ. സോ എക്സ് പ്ലസ് വൈ ഇൻറ്റു സെഡ് വിച്ച് ഇസ് എക്സ് പ്ലസ് വൈ പ്ലസ് സെഡ്. അപ്പൊ ബ്രാക്കറ്റ് ഓപ്പൺ മാറിയത് മനസ്സിലായോ? അപ്പൊ അസോസിയേറ്റീവ് വന്ന് കിട്ടി. ഇനി എന്താ, 1 പ്ലസ് എക്സ്. നമ്മൾ എനി എലമെന്റ് ഇവിടുത്തെ 1 ആയിരിക്കും ഐഡന്റിറ്റി. നോക്കിയേ, 0 അല്ല ഐഡന്റിറ്റി. ഏത് എലമെന്റ് ഇവിടെ റൈറ്റ് സൈഡ് മൾട്ടിപ്ലിക്കേഷൻ ആയതുകൊണ്ട് മാത്രം എപ്പോഴും നമ്മൾ 0 0 എന്നല്ലേ 0th വെക്ടർ പറഞ്ഞിട്ടുള്ളത്. പക്ഷെ ഇവിടുത്തെ 0 വെക്ടർ ഏതാ, 1 ആണ്. 1 ആണ് ഇവിടുത്തെ 0 വെക്ടർ. കാരണം എന്താ, ഞാൻ 1 ആയിട്ട് ആഡ് ചെയ്യുക ഉദ്ദേശിക്കുന്നത് 1 ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക എന്നാണ്. ക്ലിയർ? ഇതാണ് ഇവിടുത്തെ എക്സ്. 1 ആയിട്ട് ആഡ് ചെയ്യാൻ ഇവിടെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ആയതുകൊണ്ട് അത് എക്സ് തന്നെ കിട്ടണമെങ്കിൽ 1ന്റെ ഏത് എക്സിന്റെ കൂടെ എന്ത് ആഡ് ചെയ്യുമ്പോൾ എക്സ് തന്നെ കിട്ടുന്നുണ്ടോ. പക്ഷെ ഇവിടെ 1 ആഡ് ചെയ്തപ്പോഴാണ് എനിക്ക് എക്സ് കിട്ടിയത്. അപ്പൊ 1 ആണ് അവിടുത്തെ ഐഡന്റിറ്റി എലമെന്റ്. നമ്മൾ സാധാരണ ഡിഫൈൻ ചെയ്യുന്ന അഡീഷൻ അല്ല.
അഡീഷൻ എങ്ങനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്, മൾട്ടിപ്ലിക്കേഷൻ ആക്കി ഡിഫൈൻ ചെയ്തിരിക്കുകയാണ്. അപ്പൊ ഒന്നും എക്സ് കൂടി കൂട്ടുന്ന വെച്ച് കഴിഞ്ഞാൽ ഒന്നും എക്സ് കൂടി മൾട്ടിപ്ലൈ ആണ് ശരിക്കും ഉദ്ദേശിക്കുന്നത്. 1 into x അല്ലേ എക്സ്, സോ നമുക്ക് എങ്ങനെ എഴുതാം, 1 ആയിരിക്കും അവിടുത്തെ സീറോ വെക്ടർ, എപ്പോഴും സീറോ അല്ല. നമ്മൾ അവിടെ ഡിഫൈൻ ചെയ്യുന്നു, നമ്മുടെ ഓപ്പറേഷൻ ഡിഫൈൻ ചെയ്തിട്ട് ഓപ്പറേഷൻ ഡിപ്പെൻഡ് ചെയ്യും. അത് നെഗറ്റീവ് എലമെന്റ് ഏതാ, മൈനസ് എക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വെറും മൈനസ് എക്സ് അല്ല, 1/x ആണ്. ആ എലമെന്റ് ഇപ്പൊ എക്സ് എന്ന് പറഞ്ഞ എലമെന്റിന്റെ കൂടെ ഏത് എലമെന്റ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് എനിക്ക് 1 കിട്ടുക, 1/x അല്ലേ, ആ എലമെന്റ് ആണ് അവിടുത്തെ നെഗറ്റീവ് വെക്ടർ. ക്ലിയർ അല്ലേ? ഇപ്പൊ നെഗറ്റീവ് വെക്ടർ നമുക്ക് കിട്ടുക സീറോ വെക്ടർ കിട്ടണം. ഒരു എലമെന്റിന്റെ കൂടെ അതിന്റെ അഡിറ്റീവ് ഇൻവേഴ്സ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എനിക്ക് സീറോ വെക്ടർ കിട്ടണം. ഇവിടുത്തെ സീറോ വെക്ടർ 1 ആ. അപ്പൊ എക്സിന്റെ കൂടെ എന്ത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് എനിക്ക് സീറോ വെക്ടർ ആയ 1 കിട്ടുക, 1/x അല്ലേ. സോ 1/x ആയിരിക്കും അവിടുത്തെ നെഗറ്റീവ് വെക്ടർ അല്ലെങ്കിൽ അഡിറ്റീവ് ഇൻവേഴ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ ആ എലമെന്റ് ഇപ്പൊ -x ആയിട്ട് എന്ത് ഡിഫൈൻ ചെയ്യുക, 1/x ഡിഫൈൻ ചെയ്യുക. സോ 1/x എക്സും കൂടെ ആഡ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ 1/x എക്സും കൂടി മൾട്ടിപ്ലൈ ചെയ്യുക, വിച്ച് മീൻസ് ഈക്വൽ ടു 1. കിട്ടിയോ? അടുത്ത പ്രോപ്പർട്ടി എന്തായിരുന്നു, സ്കേലാർ മൾട്ടിപ്ലിക്കേഷനിലെ ക്ലോഷർ പ്രോപ്പർട്ടി അല്ലെ. kx എങ്ങനെ ഡിഫൈൻ ചെയ്യണം, x⁻k ആയിട്ട്. എക്സ് എന്ന് പറയുന്ന ഒരു പോസിറ്റീവ് റിയൽ നമ്പർ ആണെങ്കിൽ എത്ര തവണ അതിന് പവർ എടുത്താലും ഇപ്പൊ നോക്കൂ, എക്സ് എന്ന് പറഞ്ഞാൽ 2 എടുത്തു വിചാരിക്കാം, k ആയിട്ട് ഇപ്പൊ ഞാൻ 5 ചൂസ് ചെയ്തിട്ട് 2/5 എടുത്ത് നമുക്ക് കിട്ടുന്ന റിയൽ നമ്പർ അല്ലേ. ഒരു റിയൽ നമ്പറിന് എത്ര തവണ പവർ എടുത്താലും കിട്ടുന്നത് എഗെയിൻ റിയൽ നമ്പർ. അപ്പൊ ക്ലോഷർ പ്രോപ്പർട്ടി കിട്ടുന്നത് എഗെയിൻ ഒരു പോസിറ്റീവ് റിയൽ നമ്പർ തന്നെയായിരിക്കും. സോ ഈ എലമെന്റ് എവിടെ ഉണ്ട്, വിയിലുണ്ട്. സോ ക്ലോഷർ പ്രോപ്പർട്ടി ആയി. അടുത്ത പ്രോപ്പർട്ടി ഡിസ്ട്രിബ്യൂട്ടിവിറ്റി k into x plus y എങ്ങനെ ഡിഫൈൻ ചെയ്യണം, k into സംതിങ് അല്ലെ. x plus y ഡിഫൈൻ ചെയ്യണത് x plus y എങ്ങനെ എഴുതാം, xy എന്ന് എഴുതാം. സോ k into xy എങ്ങനെ എഴുതാം, ഡിഫൈൻ ചെയ്തിരിക്കണേ xy raised to k അല്ലെ, k into xy raised to k. ഇതിനെങ്ങനെ എഴുതാം, x raised to k y raised to k. ശരിക്കും ബൈ ഡെഫിനേഷൻ ഇത് പ്ലസ് അല്ലേ, x raised to k plus y raised to k എന്ന് എഴുതി കൂടെ, ജസ്റ്റ് kx plus ky. എങ്ങനെ പ്രൂവ് ചെയ്യേണ്ടത് മനസ്സിലായി. ഇവിടെ കുറച്ചൊരു ട്രിക്കിയാണ്, കാരണം അഡീഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് മൾട്ടിപ്ലിക്കേഷൻ ആയിട്ടാണ്. അപ്പൊ അതൊരു ക്വസ്റ്റ്യൻ ആണ്. അതേപോലെ അടുത്ത പ്രോപ്പർട്ടി ആയ വീണ്ടും ഡിസ്ട്രിബ്യൂട്ടിവിറ്റി അപ്ലൈ ചെയ്യുക, k1 plus k2x എങ്ങനെ ഡിഫൈൻ ചെയ്യുന്നത്, x raised to k1 plus k2. സ്പ്ലിറ്റ് ചെയ്യാം x raised to k1 into x raised to k2. കുറച്ചെണ്ണം ചെയ്തു വരുമ്പോൾ നമുക്ക് ഒരു ഐഡിയ കിട്ടും എങ്ങനെയാ പ്രൂവ് ചെയ്യേണ്ടേ എന്നുള്ളത്. k1x into k2x, just k1x plus k2x. മനസ്സിലായോ? അടുത്ത പ്രോപ്പർട്ടി k1 k2 into x എങ്ങനെ ഡിഫൈൻ ചെയ്തിരിക്കണേ, k2x എങ്ങനെ ഡിഫൈൻ ചെയ്തിരിക്കണേ, x raised to k2. സോ k1 into x raised to k2. ഇതിനെങ്ങനെ എഴുതാം, k1 into സംതിങ്. അപ്പൊ ഈ സംതിങ് raised to k1, സോ x raised to k2 raised to k1. k2 k1 ഒരുമിച്ച് എഴുതി കൂടെ, x raised to k2 k1. ഇതിന് k1 k2 എന്ന് എഴുതാം. സോ x raised to k1 k2 എന്ന് എഴുതി കഴിഞ്ഞാൽ just k1 k2 into x. ക്ലിയർ? അടുത്ത 1 എന്ന് പറയുന്നത് 1 എലമെന്റ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് അതേ എലമെന്റ് x തന്നെ കിട്ടും. സോ എല്ലാ പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്നതുകൊണ്ട് v എന്ന് പറയുന്നത് ഒരു വെക്ടർ സ്പേസ് ആണ്. അടുത്ത പ്രോപ്പർട്ടി അതേപോലെ വെക്ടർ സ്പേസ് ആണെന്ന് പ്രൂവ് ചെയ്യാനുള്ള അടുത്തൊരു ഒരു ക്വസ്റ്റ്യൻ. നമ്മൾ ഇതുവരെ പറഞ്ഞിരുന്നതെല്ലാം ഡിഫോൾട്ട് ആയിട്ടുള്ള ഓപ്പറേഷൻസ് ആയിരുന്നു. ഇനി പറയാൻ പോകുന്നത് നമ്മൾ ഓപ്പറേഷൻസ് ഡിഫൈൻ ചെയ്യും. ഓക്കെ, ആ ഓപ്പറേഷൻസിന്റെ കീഴിൽ അത് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ എന്ന് കാണിച്ചു കൊടുക്കുക. ഇവിടെ x1 x2 എന്ന് പറയുന്നത് 4 ടപ്പിൾസിന്റെ കളക്ഷൻ. എന്താ അവിടെ ഒരു കണ്ടീഷൻ ഉണ്ട്, x1 plus x4 0 ആവുന്ന എലമെന്റ്സ് മാത്രമേ ഉള്ളൂ. x1 plus x4 ആഡ് ചെയ്യുമ്പോൾ 0 കിട്ടണം. അപ്പൊ ഇതിൽ എലമെന്റ് ഇങ്ങനെയൊക്കെ ഉണ്ടാവാം. ഇവിടെ 1 സംതിങ്, ഇവിടെ എന്തോ ആയിക്കോട്ടെ, ഇവിടെ -1, ഇവിടെ എലമെന്റ് എന്ത് എലമെന്റ് എടുത്താലും ലാസ്റ്റ് എലമെന്റ് എന്ത് എടുക്കണം, -1 എടുക്കണം. കാരണം ഇവിടെ എന്താണോ അതിന് നെഗറ്റീവ് ആയിരിക്കണം അവസാനത്തെ എലമെന്റ്. ഇവിടെ 0 എടുത്താൽ ഇവിടെ 0 എടുക്കാം, ഇവിടെ 5 എടുത്താൽ ഇവിടെ -5 എടുക്കാം, ഇവിടെ -2 എടുത്താൽ ഇവിടെ 2 എടുക്കാം. ആഡ് ചെയ്യുമ്പോൾ 0 കിട്ടുന്നതല്ലേ പറഞ്ഞേ, അത് മാത്രം ചൂസ് ചെയ്യാം. മിഡിൽ എന്ത് വേണമെങ്കിലും ആവാം. ആ ഒരു പ്രോപ്പർട്ടി മാത്രം x1 x4 ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 0 കിട്ടണം. അങ്ങനെയുള്ള എലമെന്റ്സ് മാത്രമേ ഇവിടെ എടുക്കാൻ പാടുള്ളൂ. ഓക്കെ അല്ലേ? അപ്പൊ ഇത് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ ഇത് നോക്കാം നമുക്ക്. ആദ്യം എന്ത് വേണം, ക്ലോഷർ പ്രോപ്പർട്ടി വേണം. അപ്പൊ രണ്ട് എലമെന്റ് എടുത്തു ഞാൻ, x1 plus x2 x1 x2 x1 x2 x3 x4. അതേപോലെ y1 y2 y3 y4 രണ്ട് എലമെന്റ് എടുത്തില്ലേ ആഡ് ചെയ്യുക. ഇവിടെ അഡീഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് എങ്ങനെയാ നോക്കൂ. അഡീഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് എങ്ങനെയാ, രണ്ട് എലമെന്റ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ x1 plus y1 ഓക്കെ, x2 plus y2 x3 plus y3 x4 plus y4 ഓക്കെ ആണ്. ടേം ബൈ ടേം ആണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. അതേപോലെ ആൽഫ എക്സ് എങ്ങനെ, ഇവിടെയും ടേം ബൈ ടേം ആണ്. ഇവിടെ ഡിഫൈൻ ചെയ്ത പോലെ നമ്മൾ എടുക്കേണ്ടി വരും. അപ്പൊ ഇത് രണ്ട് പ്രോപ്പർട്ടി ആഡ് ചെയ്ത് നോക്കുക. ഇപ്പൊ നോക്കൂ, x1 plus y1 ഞാൻ എടുത്തു, ഇങ്ങനെയാണ് ഡിഫൈൻ ചെയ്യണേ. ഇപ്പൊ ഈ എലമെന്റ് എക്സും വൈയും ഞാൻ എടുത്തിരിക്കുന്ന യുവിൽ നിന്ന്, യു നമ്മൾ ആ പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്ന സെറ്റ്. പിന്നീട് സം എടുത്താലും യുവിൽ തന്നെ ഉണ്ടെന്ന് കാണിച്ചു കൊടുക്കണം. അതായത് യുവിൽ തന്നെ ഉണ്ട് എങ്ങനെ കാണിച്ചു കൊടുക്കുക, ഫസ്റ്റ് എലമെന്റും ലാസ്റ്റ് എലമെന്റും ആഡ് ചെയ്യുമ്പോൾ 0 കിട്ടുന്നുണ്ടോ എന്ന് കാണിച്ചു കൊടുക്കുക. ഇവിടുത്തെ ഫസ്റ്റ് എലമെന്റ് ലാസ്റ്റ് എലമെന്റ് ആഡ് ചെയ്ത് നോക്കുക. എങ്ങനെയാ, ഈ എക്സ് ഇതിലുള്ളത് കൊണ്ട് x1 ഉം x4 ആഡ് ചെയ്യുമ്പോൾ 0 ആണ്. y യുവിലെ മെമ്പർ ആയതുകൊണ്ട് y1 ഉം y4 0 ആണ് ആഡ് ചെയ്യുമ്പോൾ. ശരിയല്ലേ? ആ പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. ഇത് നമുക്ക് എന്ത് പ്രൂവ് ചെയ്യണം, ഇതിലെ x plus y ഫസ്റ്റ് ടേമും ലാസ്റ്റ് ടേമും ആഡ് ചെയ്യുമ്പോൾ 0 കിട്ടുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ഈ എലമെന്റ് യുവിൽ ഉണ്ടെന്ന് പറയാം. ഓക്കെ, അങ്ങനെ പറയണമെങ്കിൽ x1 plus y1 ആയ ഫസ്റ്റ് ടേമും x4 plus y4 ആയ ലാസ്റ്റ് ടേമും ആഡ് ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്ക് എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാം, ജസ്റ്റ് ഒന്ന് റീഅറേഞ്ച് ചെയ്തോടെ, x1 plus x4 plus y1 plus y4 അത് രണ്ടും 0 അല്ലേ, സോ ആഡ് ചെയ്യുമ്പോൾ 0 വിച്ച് മീൻസ് x plus y എവിടെ ഉണ്ട്, യുവിലുണ്ട്.
ക്ലിയർ? അപ്പൊ ക്ലോഷർ പ്രോപ്പർട്ടി ആയി. അടുത്ത പ്രോപ്പർട്ടി അസോസിയേറ്റീവ് കമ്മ്യൂട്ടേറ്റിവിറ്റി. കമ്മ്യൂട്ടേറ്റിവിറ്റി ആവണമെങ്കിൽ സാധാരണ പ്രോപ്പർട്ടി നമ്മൾ റിയൽ നമ്പർ പ്രോപ്പർട്ടി അപ്ലൈ ചെയ്താൽ മതി. x1 + y1 തീർച്ചയായും y1 + x എന്ന് എഴുതാം. അവിടെ എന്ത് വേണ്ട? അത് യൂഎൽ മെമ്പർ ആവാനേ എന്ത് വേണ്ടു? ഫസ്റ്റും ലാസ്റ്റും ആഡ് ചെയ്യുമ്പോൾ 0 കിട്ടുന്നുണ്ടോ? അല്ലാത്ത സമയത്ത് അതൊന്നും ചെക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. കമ്മ്യൂട്ടേറ്റിവിറ്റി അസോസിയേറ്റിവിറ്റിക്ക് ഒന്നും ആവശ്യമില്ല. ഓക്കെ, അത് റിയൽ നമ്പറിന്റെ പ്രോപ്പർട്ടി വെച്ചിട്ട് അതേപോലെ റിയൽ നമ്പറിന്റെ പ്രോപ്പർട്ടി അസോസിയേറ്റിവിറ്റി ഇംപ്രൂവ് ചെയ്തു. ഇതൊക്കെ നോക്കിയാൽ മതി, എളുപ്പമാണ്, നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. അടുത്തത് സീറോ വെക്ടർ. ഇവിടെ എങ്ങനെ സീറോ വെക്ടർ ഡിഫൈൻ ചെയ്യണേ? ഫസ്റ്റും വെറുതെ സീറോ വെക്ടർ 0 0 0 എടുത്തു വെച്ച് കഴിഞ്ഞാൽ ആ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ നോക്കണം. ഏത് കണ്ടീഷൻ? ഫസ്റ്റും ലാസ്റ്റും ആഡ് ചെയ്യുമ്പോൾ 0 കിട്ടുന്നുണ്ടോ? കിട്ടുന്നുണ്ട്. അപ്പൊ ഈ എലമെന്റ് യുവിലുണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ ഏത് എലമെന്റ് x1 x2 x3 x4 എന്ന് ജനറൽ എലമെന്റ് ചൂസ് ചെയ്ത് അതോട്ട് ആഡ് ചെയ്യുമ്പോൾ എഗെയിൻ കിട്ടുന്ന എലമെന്റ് എന്ത് എലമെന്റ് തന്നെയാണ്? x തന്നെയാണ്. സോ ഏതാ സീറോ വെക്ടർ? 4 ടപ്പിൾസ് 4 ടപ്പിളിലെ എല്ലാ എലമെന്റും 0 ആവുന്നതാണ് സീറോ വെക്ടർ. ഓക്കെ, ഇനി നെഗറ്റീവ് എലമെന്റ് ഏതായിരിക്കും? ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് എലമെന്റ് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 0 കിട്ടണ്ടേ? സോ -x1 -x4 എന്ന് എഴുതുക. x1 + x4 ഓൾറെഡി 0 ആണ് അല്ലെ? x1 x2 എലമെന്റ് യുവിലെ മെമ്പർ ആണെങ്കിൽ x1 + x4 0 ആണ്. ഇനി -x1 + -x4 0 ആവണമെന്ന് നോക്കണം. ഓക്കെ, ഇതെന്താ? -x1 -x4. അപ്പൊ ഇതിനെങ്ങനെ എഴുതാം? ഇങ്ങനെ എഴുതിക്കൂടെ? -x1 + x4 എഴുതിക്കൂടെ? ഇത് 0 അല്ലേ? അപ്പൊ നെഗറ്റീവ് എടുത്താലും ഇതും 0. ഓക്കെ, കിട്ടിയോ? അപ്പൊ ഈ എലമെന്റ് -x1 -x2 -x3 -x4 ഈ എലമെന്റ് യുവിലുണ്ട്. കാരണം അവരുടെ ഫസ്റ്റും ലാസ്റ്റ് എലമെന്റ് ആഡ് ചെയ്തിട്ട് നമുക്ക് കിട്ടുന്ന എലമെന്റ് 0 എലമെന്റ്. ഓക്കെ, അപ്പൊ ഇതാണ് അതിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള അഡിറ്റീവ് ഇൻവേഴ്സ് അല്ലെങ്കിൽ നെഗറ്റീവ് വെക്ടർ എന്ന് പറയാം. നെക്സ്റ്റ് ക്ലോഷർ പ്രോപ്പർട്ടി ഇത് സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷനിലെ ക്ലോഷർ പ്രോപ്പർട്ടി. ആൽഫ x കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യാം. നോക്കൂ, x1 x2 x3 x4 യുവിലെ മെമ്പർ ആയതുകൊണ്ട് ഇവർ തമ്മിൽ ഫസ്റ്റും ലാസ്റ്റും ആഡ് ചെയ്ത് നമുക്ക് 0 കിട്ടും. ഇനി ആൽഫ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്ന എലമെന്റ് ഇതല്ല. അപ്പൊ ഇതിനെ ഫസ്റ്റും ലാസ്റ്റും ആഡ് ചെയ്ത് 0 കിട്ടുന്നുണ്ടെങ്കിൽ മാത്രമേ അത് യുവിലെ മെമ്പർ ആവുള്ളൂ. സോ ആഡ് ചെയ്ത് നോക്കാം. സോ ആൽഫ x1 + ആൽഫ x4 എന്താ? ആൽഫ കോമൺ എടുത്തു കഴിഞ്ഞാൽ x1 + x4. x1 + x4 0 അല്ല. അപ്പൊ ആൽഫ × 0 ചെയ്ത് കഴിഞ്ഞാൽ 0. അപ്പൊ ഈ ആൽഫ x എലമെന്റ് എവിടെ ഉണ്ട്? യുവിലുണ്ട്. അതായിരുന്നു ക്ലോഷർ പ്രോപ്പർട്ടി. ഇനി അസോസിയേറ്റിവിറ്റി, സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷൻ ഒക്കെ നമ്മൾ സാധാരണ എലമെന്റിൽ ഏത് 4 ടപ്പിൾ R4 ചെയ്യുന്ന പോലെ ചെയ്യാം. അതൊന്നും ബുദ്ധിമുട്ടില്ല. ഇതും ബുദ്ധിമുട്ടില്ല. ഇതൊന്നും നമുക്ക് എക്സ്ട്രാ പ്രൂവ് ചെയ്യാനൊന്നുമില്ല. ഈ 9th 10th പ്രോപ്പർട്ടിയും ബുദ്ധിമുട്ടൊന്നും വരുന്നില്ല. അങ്ങനെ അപ്പൊ നമുക്ക് എന്നിട്ട് യു എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള എല്ലാ പ്രോപ്പർട്ടീസും നമ്മൾ വെക്ടർ സ്പേസ് ആവാനുള്ള എല്ലാ പ്രോപ്പർട്ടീസ് സാറ്റിസ്ഫൈ ചെയ്യുന്നത് ഓവർ ആ ഫീൽഡ് ആർ അത് റിയൽ നമ്പേഴ്സിന്റെ ഫീൽഡിൽ എന്താണ് ഒരു വെക്ടർ സ്പേസ് ഫോം ചെയ്യുന്നുണ്ടെന്ന് കിട്ടും. ക്ലിയർ? Okay, thank you.